ഹലോ ഫ്രണ്ട്സ്, ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോഴത് ബേക്കൽ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിലെ ബേക്കലിലാണ്. ബേക്കൽ റെയിൽവേ സ്റ്റേഷനിൽ ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ പ്ലാറ്റ്ഫോമിലൊന്നും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിലാണ്. നമുക്ക് ബേക്കൽ കോട്ടയിലേക്ക് എളുപ്പം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബേക്കൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്കൊരു ഓട്ടോ പിടിച്ച് അല്ലെങ്കിൽ ബസ് കിട്ടാൻ കുറവാണ്. ഏകദേശം വൈകുന്നേരമായ സമയം. ഇതാണ് ബേക്കൽ കോട്ടയുടെ നമ്മുടെ ഹൈവേ എന്നുള്ള മെയിൻ റോഡ് എന്നുള്ള ദൃശ്യം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് ചെറിയ പൈസ ഉള്ളൂ, ഒരു 40-50 രൂപയുള്ളൂ. ആ ടിക്കറ്റ് എടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അകത്തേക്ക് പോവാം. ഇതാണ് ചരിത്രപ്രസിദ്ധമായ ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്നത്, അല്ലേ? ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണിത്. ഇന്ത്യയിൽ തന്നെ കോട്ടകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കോട്ടയാണ് ബേക്കൽ കോട്ട എന്ന് പറയുന്നത്. കാരണം ഇത് 1700 ആണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ്. സമുദ്രത്തിൻ്റെ, അതായത് കടലിൻ്റെ അഭിമുഖമായിട്ടാണ് ഏകദേശം ഈ കോട്ട ഒരുപാട് നിൽക്കുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അകത്തേക്ക് പോവാം. അകത്തേക്കുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ഈ ടെമ്പിള് കാണാം. നമ്മളപ്പോൾ അകത്ത് ഈ ടെമ്പിളിൻ്റെ സൈഡിലേക്ക് കൂടി പോയിട്ട് നമുക്ക് അകത്തേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ആദ്യം കയറിയാൽ തന്നെ ഫ്രണ്ട് സൈഡാണിത്. ഇപ്പോൾ ഏകദേശം സമയം 5 മണി കഴിഞ്ഞിട്ടോ. ഞാൻ ഓടിപ്പിടിച്ച് വരികയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ 6:15 6 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. 6:15 ക്ലോസ് ചെയ്യും. അതിപ്പോൾ ഏകദേശം 5 മണി സമയം കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് ഞാൻ ഓടി പിടിച്ച് വന്നതാണ്. മാക്സിമം ഇവിടെ നിന്ന് വിഷ്വൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ നിങ്ങൾ? ഇത് ഇവിടെ ഒരു എന്താ പറയുക നമ്മൾ ഈ തറ എന്നൊക്കെ പറയുന്നില്ല, ഒരു തറ പോലത്തെ ഒരു ഇതൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു, അല്ലേ? മുൻകാലങ്ങളിൽ ഇത് ഏകദേശം ഒരു 1700 1600 1700 ആണ്ടിലാണ്, 17-ാം നൂറ്റാണ്ടിൻ്റെ ഭാഗത്താണ് ഈ കോട്ട നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കണ്ട ഈ തറ, ഇത് മുൻകാലങ്ങളിൽ എന്തെങ്കിലും എന്താ പറയുക, റിച്വൽസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ വേണ്ടി ചെയ്തായിരിക്കും. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്, അല്ലേ? ഒരു ശരിക്കും പറഞ്ഞാൽ ബേക്കൽ കോട്ട ഉണ്ടാക്കിയത് വെട്ടുകല്ലും അതുപോലെ ചെങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയ കോട്ടയാണ്. ശരിക്കും വേറെ കോട്ടയൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ വലിയ പാറക്കല്ലും കരിങ്കല്ലാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ചെങ്കല്ലൊക്കെയാണ്. അത് കണ്ട നിങ്ങൾ, അത് നിരീക്ഷണ ഗോപുരമാണ് കേട്ടോ. നമുക്ക് അവിടത്തേക്ക് പോവാം. നിരീക്ഷണ ഗോപുരമാണ്. ആ ഒരു നിരീക്ഷണ ഗോപുരമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയ സംഭവം. ഇത് കണ്ട താഴേക്കുള്ള ഒരു ഒരു ഡിസൈൻ ഇടാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലും മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും, അറിയില്ല. എനിവേ ഞാൻ അവിടുന്ന് കുറച്ച് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് ആ നിരീക്ഷണ ഗോപുരം കണ്ട അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാം. അവിടെ ഒരുപാട് പേര് പോകുന്നുണ്ട് ആക്ച്വലി. അതായത് നമുക്കറിയാലോ മുൻകാലങ്ങളിൽ എങ്ങനെയാണ്. ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ഥലത്തേക്ക് അന്ന് ഒരു 10-300 അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു അവസ്ഥ നോക്കിയാൽ മനുഷ്യൻ മുമ്പ് ഉള്ളൊരു കൂട്ടമായിട്ട് ജീവിച്ചല്ലേ, ഗോത്ര ജീവി പോലെയാണ്. അന്ന് ആരെങ്കിലും നമ്മുടെ സ്ഥലത്തേക്ക് വരുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഇന്നത്തെ പോലെ ഡ്രോണുകളൊന്നുമില്ല, റഡാറോ ഡ്രോണുകളൊന്നുമില്ല. ആരെങ്കിലും ഉയരമുള്ള ഒരാൾ ഏതെങ്കിലും ഒരു പൊക്കമുള്ള സ്ഥലത്ത് പോയി നോക്കും, അല്ലെ? തെങ്ങിൻ്റെ മുകളിലോ പർവ്വതത്തിൻ്റെ മുകളിലോ കയറി നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു കോട്ടയെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും വരുന്നുണ്ടോ, ചിലപ്പം വ്യാപാരികളായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നതായിരിക്കും. അതിനൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിരീക്ഷണ കേന്ദ്രമാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലോട്ട് കയറാം. ഇപ്പോൾ പക്ഷേ ലൈറ്റ് ഹൗസ് ഒക്കെ പോലത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഒരു ഗോപുരം ഒക്കെ പല കോട്ടകളിലൊക്കെ ഉണ്ട്, അല്ലേ? മുൻകാലങ്ങളിൽ ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം ഇന്നത്തെ പോലെ ടെലിഫോണോ ഒന്നുമില്ല, ഡ്രോണുകളൊന്നുമില്ല. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ മുകളിൽ കയറി നിരീക്ഷിക്കുക എന്നുള്ളതാണ് കാര്യം. നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നിരീക്ഷണ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് ഞാൻ കയറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ല മനോഹരമായ ബേക്കൽ ബീച്ച് കാണാൻ പറ്റും, അല്ലേ? നല്ല ബ്ലൂ കളറിൽ, അവിടെ സ്കൈ ബ്ലൂ കളറിൽ കണ്ടെങ്കിൽ നല്ല മനോഹരമായി കാണല്ലേ, ബീച്ച് കാണാൻ പറ്റും. അതേപോലെ കരയുടെ ഭാഗവും നമുക്ക് ലാൻഡ് സൈഡ് നമുക്ക് കാണാൻ പറ്റും. രണ്ട് സൈഡ് നമുക്ക് ഏകദേശം ഒരു ഫുൾ 360 ഡിഗ്രി നമുക്കിത് കാണാൻ പറ്റുന്ന ഏരിയയാണത്, നിരീക്ഷണ സ്ഥലം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഇവിടെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു.
ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ബേക്കൽ കോട്ടയുടെ മുകളിലുള്ളത് ഞാൻ താഴ്ന്ന് കാണിച്ചു തന്നില്ലേ, ആ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ മുകളിലെത്തി. ഈ ബാഗും വലിച്ചുകൊണ്ട് മുകളിലെത്തിയ കുറച്ച് നല്ല ടാസ്ക് തന്നെയാണ്. കുറച്ച് ടയേർഡായി, നല്ല സ്വെറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ വൈകുന്നേരം കേട്ടോ, വൈകുന്നേരം ആയതുകൊണ്ട് അത്ര വലിയ ചൂടില്ല. ഏകദേശം ഇപ്പോൾ 5 മണി കഴിഞ്ഞു, ക്ലോസിംഗ് ആയി. ഞാനിവിടെ ഓടി പിടിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ നമ്മൾ ചാലക്കുടി അവിടെ പോയിട്ട് നമ്മുടെ ഇവിടെ അതിരപ്പള്ളി പോയി വാട്ടർഫോളൊക്കെ എടുത്തു. ഇന്നാണ് ഇപ്പം കാഞ്ഞങ്ങാട് എത്തിയത്. ട്രെയിനിലേക്ക് ഓടിപ്പിടിച്ച് വന്നതാണ്. അതിൻ്റെതായ ക്ഷീണവും ടയർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുറച്ച് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഓടിപ്പിടിച്ച് വന്നപ്പോഴത്തേക്ക് ഏകദേശം 5 മണിയായി. പക്ഷേ ഇതിപ്പോൾ നല്ല സമയം തന്നെ, വലിയ ചൂടൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമുക്കിത് എടുക്കാൻ പറ്റുന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് ഒന്നും കൂടി കവർ ചെയ്തിട്ട് വേണം നമുക്ക് പുറത്തിറങ്ങാൻ വേണ്ടി. 6:15 ക്ലോസിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് താഴോട്ടൊന്ന് പോവാം. പിന്നെ ഈ കോട്ടയുടെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ 17-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇത് കേരള അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണതയിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കദംബ രാജവംശം അതുപോലെ മൂഷിക രാജവംശം അവരുടെയൊക്കെ ഭരണസിരാ കേന്ദ്രമായിരുന്നു ബേക്കൽ കോട്ട എന്നാണ് പറയപ്പെടുന്നത്. അവരാണിത് കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. പിന്നീട് ഇത് ഹൈദരാലി, മൈസൂർ രാജാവായ ഹൈദരാലിയുടെ കയ്യിൽ വന്നു. അവിടെ നിന്ന് പിന്നീട് ഇത് ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് വന്നു. പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ട് എന്താ പറയുക, കനറ, നമ്മുടെ നോർത്ത് കനറ ജില്ലയിലെ മംഗലാപുരത്ത്, ആ ജില്ലയുടെ ഭാഗമായിട്ട് ഇത് പ്രവർത്തിക്കുകയുണ്ടായി. പിന്നീട് ഇത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾക്ക് ഇന്നത്തെ പോലെ 19-ാം നൂറ്റാണ്ടെല്ലാം ആയപ്പോഴത്തേക്കും ഇത് ഇപ്പോൾ എന്താ പറയുക ടൂറിസത്തിൻ്റെ ആവശ്യത്തിന് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ടാവും. കാരണം കുറച്ചുകൂടി പുരോഗമനം വന്നു, ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ വിനോദസഞ്ചാര കേന്ദ്രമായി മാറി. അങ്ങനെ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കോട്ട തന്നെയാണ് ഇന്ന് ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്നത്. അല്ല, കേരളത്തിൻ്റെ ടൂറിസം രംഗത്ത് വലിയൊരു കുതിച്ചാട്ടം ഉണ്ടാക്കുകയാണിത്. താഴോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെയും കൂടി കുറച്ച് ഭാഗം കൂടി കവർ ചെയ്യാനുണ്ട്. അതും കൂടി കവർ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അവിടെ നോക്കിയാൽ നല്ല ബീച്ചാണ്. ഇവിടെ ഇന്ന് ആൾക്കാർ കുറവാണ്, അതുകൊണ്ട് തന്നെ വ്ളോഗ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഉച്ചല്ല, വൈകുന്നേരം ഏകദേശം, അവിടെ വലിയ ചൂടൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മംഗലാപുരം പിടിക്കണം. മംഗലാപുരം അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മംഗലാപുരമാണ്. ശരിക്കും ബാക്കിൽ എൻ്റെ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല, കാരണം ഇന്നലെ അതിരപ്പള്ളി കഴിഞ്ഞുകൂടി മംഗലാപുരത്ത് പോകണമെന്ന് വിചാരിച്ചത്. പക്ഷേ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നി ബാക്കിൽ മംഗലാപുരത്തിൻ്റെ അടുത്താണ്, അതും കൂടി ഒന്ന് കവർ ചെയ്യുക. കേരളത്തിൻ്റെ ടൂറിസത്തിൽ വരുന്നതാണല്ലോ, അപ്പോൾ ഇതും കൂടി കവർ ചെയ്യുക. കാരണം സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ഫോർട്ടാണ് ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കാൻ നല്ല ചെയറുകളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ചെയറുകളുണ്ട്. പിന്നെ ഇതുകൊണ്ട് ഇത് നല്ല ലോങ് ആയിട്ടുള്ള ചെങ്കല്ല് പാകിയിട്ടല്ല, അല്ല വെട്ടുകല്ലൊക്കെ കൊണ്ടൊക്കെ നല്ലൊരു സ്ട്രീറ്റ് വാക്ക് വേ ഉണ്ടാക്കി. ശരിക്കും ഇത് കുറച്ചുകൂടി നല്ലൊരു വളഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ചൈനയിലൊക്കെ വൻമതിലൊക്കെ പോലെ തോന്നുമായിരുന്നു അല്ലേ. ചെറുങ്ങനെ ചൈനയിലെ വൻമതിൽ എന്ന് പറഞ്ഞാൽ വലുതാണ്, അത് വേറെ കാര്യം. എന്നാലും ഇത് ഏകദേശം കുറച്ചും കൂടി വലുതാണെങ്കിൽ അന്നത്തെ ആ ഡിസൈനിൽ അല്ലെങ്കിൽ അന്നുള്ള കലാകാരന്മാരുടെ അന്നത്തെ ആ രീതിക്ക് അനുസരിച്ച് അവർ ഉണ്ടാക്കി എന്നുള്ളതാണ് കാര്യം. പിന്നെ വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് നൂറ്റാണ്ട് മുമ്പൊക്കെ പീരങ്കികളൊക്കെ ഉണ്ട് അല്ലേ. മിക്ക എല്ലാ കോട്ടകളിലും പീരങ്കികളൊക്കെ ഉണ്ടാവും, പക്ഷെ ഞാനിവിടെ പീരങ്കികളൊന്നും കണ്ടിട്ടില്ല. ഇവിടെ ഒരു സ്ഥലത്ത് താഴെ 2006-2007 മാർബിളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2006-2007 കാലഘട്ടത്തിലായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും റിനോവേഷൻ വർക്കോ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ പാത ഒരിക്കൽ അങ്ങനെ എന്തെങ്കിലും വർക്ക് ഉണ്ടാവും. হাওয়া আসছে বুঝলে। അപ്പോൾ നമുക്ക് ഇതിലെ കൂടി ഒന്ന് താഴെ ഇറങ്ങി നോക്കാം. ഇത് കടലിലേക്ക് പോകുന്ന വഴിയാണിത്.
കടലിൽ കൂടി പോയിട്ട് അവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. നമ്മൾ പല സിനിമകളിൽ കണ്ടോ അല്ലേ, ബേക്കൽ കോട്ട എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സിനിമ തന്നെയാണ്. ആ സിനിമയിൽ കാണുന്ന ദൃശ്യം തന്നെയാണ്. പല തമിഴ് സിനിമയിലുണ്ട്, മലയാള സിനിമയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ്, ഒരു ജസ്റ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ, നമ്മുടെ ബേക്കൽ ബീച്ച് എന്ന് പറയുന്നത് അല്ലേ. ബേക്കൽ ബീച്ച്, ഇതാണ് ബേക്കൽ ബീച്ച്. ഒരുപാട് കല്യാണത്തിൻ്റെ വെഡ്ഡിങ് ഷൂട്ട്, പരസ്യത്തിൻ്റെ ഷൂട്ട്, ഫിലിമിൻ്റെ ഷൂട്ടിനൊക്കെ വേദിയായിട്ടുള്ള ഒരു ബീച്ചാണിത്, ബേക്കൽ ബീച്ച് എന്ന് പറയുന്നത്. ബേക്കൽ ബീച്ചിൻ്റെ തൊട്ടുരുമിയിട്ട് തന്നെയാണ് നമ്മുടെ ബേക്കൽ കോട്ടയുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് നേരിട്ട് പോകാം. ഞാൻ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണത്. മുൻകാലങ്ങളിൽ എന്തെങ്കിലും ട്രേഡിങ് അല്ലെങ്കിൽ ആൾക്കാരെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഇതേപോലെ നിരീക്ഷണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന സംഭവം തന്നെയാണത്. സോ നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് പോകാം. അവിടെ കുറച്ച് സഞ്ചാരികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പോവാണ്, കാരണം എന്ന് വെച്ചാൽ ഏകദേശം സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. 5:30 മണി കഴിഞ്ഞു, 5:30 മണി കഴിഞ്ഞിട്ടേ ഉള്ളത്. അപ്പോൾ നമുക്ക് മാക്സിമം പെട്ടെന്ന് ഷൂട്ട് നടത്തണം, മാക്സിമം ഇല്ല വിഷ്വൽസൊക്കെ കവർ ചെയ്യാനുണ്ട്. കാരണം 6 മണി 6:15 ഇവിടുന്ന് പുറത്തിറങ്ങേണ്ടതാണ്. പിന്നെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മാംഗ്ലൂരാണ് കേട്ടോ, മംഗലാപുരം. മാംഗ്ലൂർ പോയിട്ട്, മാംഗ്ലൂർ തന്നെ ആയിരിക്കും ഞാൻ പോകുന്നത് മിക്കവാറും. അവിടെ പോയി ബാക്കിയുള്ള ഷൂട്ടൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ഏരിയ കേട്ടോ, നല്ല ഫോട്ടോസ് എടുക്കാനും നല്ല കാറ്റ് കൊണ്ട് ഇവിടെ നിൽക്കാനുള്ള നല്ല സൂപ്പർ ഏരിയ. ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് കോട്ടയുടെ മുകൾ ഭാഗവും അതുപോലെ ബീച്ച് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. വണ്ടർഫുൾ വണ്ടർഫുൾ. വളരെ മനോഹരമായ വോക്ക് വേ ആട്ടോ. ഇത് നടന്ന് നമുക്ക് താഴോട്ട് അങ്ങ് പോവാം. പക്ഷേ ഇതിലേ കൂടി എക്സിറ്റ് ഇല്ല കേട്ടോ. ഞാൻ അങ്ങ് ദൂരെ നടന്നിട്ടാണ് മനസ്സിലായത് എക്സിറ്റ് ഇല്ല. ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഏരിയ കേട്ടോ, നല്ല വോക്ക് വേ ആണിത്. അതേപോലെ ഇതിൻ്റെ നമ്മളെ റൈറ്റ് സൈഡിൽ നല്ല ബീച്ച് നമുക്ക് കാണാം. വളരെ മനോഹരമായ ബീച്ച് ഉണ്ട്, സൂപ്പർ ബീച്ച്. ബീച്ചിലേക്ക് ഇപ്പോൾ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ നിന്ന് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ബീച്ചിലേക്ക് ഇറങ്ങി ആരും നോക്കാൻ ആരും ഉണ്ടാവില്ല. സെക്യൂരിറ്റി ഉണ്ട്, പക്ഷേ സെക്യൂരിറ്റി ഒന്നും നമ്മൾ അനുവദിക്കില്ല അതിന്. ബീച്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ കുറച്ച് നടന്നിട്ട് എത്തേണ്ടതാണ്. ഇതിലേ കൂടി ഇറങ്ങിയാൽ അത് സെക്യൂരിറ്റി നമ്മൾ അനുവദിക്കില്ല. അപ്പോൾ ഞാൻ ഇതിലേ കൂടി ഈ വോക്ക് പോയിന്റിലേ കൂടി ഈ വോക്ക് വേയിലേ കൂടി കുറച്ച് നടന്നു. വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെ ചെടികളും കണ്ടൽ ചെടികളും അതുപോലെ പ്ലാന്റ്സ് ഒക്കെ വന്നിട്ട് നല്ലൊരു നടക്കാനുള്ള, നല്ല ഫോട്ടോഷൂട്ടിനും സെൽഫി എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമായിട്ട് ഇതിനെ ആക്കി വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഹായ് സുഹൃത്തുക്കളെ, ഞാനപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇത് കുറേ നല്ല ഇത് കാണുമ്പോൾ ചൈനയിലെ വൺമതിലിൻ്റെ ചെറിയ അനിയനാണോ എന്ന് തോന്നുന്നു. ചെറിയ മതിൽ, അവിടെ വലിയ മതിലാണെങ്കിൽ ഇവിടെ ചെറിയ മതിൽ. നിങ്ങൾ ബാക്കിൽ കാണുന്നില്ലേ? എന്നാലും നല്ല രസമുണ്ട്. ഇപ്പോൾ കടലിലെ കാഴ്ചകളാണ്, കുറച്ച് ബോട്ടുകൾ മാത്രമുണ്ട്, വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം. എനിക്കൊരു ചായ പിടിക്കണം. പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അടുത്ത് ഇപ്പോൾ ലൊക്കേഷൻ ഏതാ പിടിക്കേണ്ടത്. ഇപ്പോൾ കാഞ്ഞങ്ങാട് പാണത്തൂർ വഴി സുള്ളി പിടിക്കാൻ പറ്റും, അവിടുത്തെ മംഗലാപുരം. അല്ലെങ്കിൽ നേരെ തന്നെ മംഗലാപുരം പിടിക്കണം, എന്നിട്ട് മംഗലാപുരം കാഴ്ചകൾ ഒരുക്കണം. കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. ഞാൻ മിക്കവാറും മംഗലാപുരം തന്നെയായിരിക്കും ക്യാച്ച് ചെയ്യാം. മംഗലാപുരം പോയിട്ട് അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് കാഴ്ചകളുണ്ട്. നിങ്ങളെ വിലപ്പെട്ട ഓഡിയൻസാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.